ഹായ്. സമാധാനത്വം ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലും എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവട്ടെ. അപ്പം നമ്മളെ നാവിനെപ്പോഴും നിയന്ത്രിക്കണം. നമ്മൾ ആരെ എന്തെങ്കിലും പറയുമ്പോൾ പ്രാകലില്ലേ, ചെയ്ത കിട്ടട്ടെ, അത് കിട്ടണം, അങ്ങനെ കിട്ടിയാൽ പോരാ, എന്നോട് ചെയ്തിങ്ങനെ പറയില്ല. അപ്പം കിട്ടുന്നത് നമുക്ക് തന്നെയാണ്, അത് അവിടെ എവിടെയും പോകില്ല കേട്ടോ. നമ്മൾ നാവിനെപ്പോഴും സൂക്ഷിക്കണം. അതരം കൊണ്ട് ഫലം സൃഷ്ടിക്കുന്നതേയും പറഞ്ഞു. അപ്പോൾ അതൊരു പൈശാചികത വരുന്ന ചിന്തയാണ് ഇത്, നമ്മൾ മറ്റുള്ളവരെ പഴിക്കുന്നതും ദുഷിക്കുന്നതൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ തന്നെ വില കൊടുക്കേണ്ടി വരും. ഭൂമിയിൽ നിന്ന് തന്നെ നമ്മളൊന്നും ഇല്ലാണ്ടായിപ്പോവും. നമ്മൾ ജീവിക്കുന്നത് വെറുതെ എന്താ പറയണ്ടേ, ഒരാത്മാവല്ലാതെ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല അറിവും നല്ല നന്മയാണ് ദൈവത്തിൻ്റെ ജഡമായിരിക്കുന്ന ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവല്ലാത്തത് എല്ലാം അശുദ്ധിയായിട്ടേ ചിന്തിക്കുക, അശുദ്ധമായിട്ട് മാത്രമേ വരികയുള്ളൂ, അശുദ്ധമായ വാക്കുകൾ പറയുന്നവരും. പക്ഷെ ദൈവത്തിനോട് ചേർന്ന് ദൈവം നമുക്ക് തരുന്ന വചനത്തിലൂടെ നിത്യം പുലർത്തി നമ്മളെ ഹൃദയത്തിൽ നന്മയും നമ്മൾക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ നന്മകളെയും നമുക്ക് സത്യസന്ധമായി കൊടുക്കുന്നത്, നമുക്ക് ഭൂമിയിൽ കൊടുക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഒന്നുമില്ല, നമ്മൾ ഓർമ്മിക്കാൻ ആരുണ്ടല്ലോ, ഓർപ്പെടുത്താനും നമുക്കൊന്നുമില്ല. പക്ഷേ നമ്മളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്താൻ ദൈവം കാണിച്ചെടുക്കും. അപ്പം പ്രശംസിക്കാൻ ദൈവത്തിൻ്റെ നാമത്തിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. മനുഷ്യരെ പ്രശംസ എന്നും താൽക്കാലികമാണ്. അത് തിരിഞ്ഞു നിന്നാൽ എന്തൊരു മനുഷ്യരെ കുത്തും, അത് ജീവനില്ലാത്ത ആത്മാവിൽ ജീവിക്കുന്നവർ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്നവർ തരുന്നത് മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിക്കണം, അവരെ നന്മയിലേക്ക് കൊണ്ടുപോകണം എന്നൊരു വഴിയാണ് ദൈവം. അപ്പോൾ ഇവിടെ 2 വാക്കുകൾ 14 സങ്കീർത്തനം 14 ഉള്ളത്. അതിൻ്റെ ഒരു 3, 4, 5 വാക്കാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ദൈവം പറഞ്ഞത്: മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവൻ ആഗ്രഹിക്കുന്ന നന്മ കാണുന്ന ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നതിന് ആരും. ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അതിർത്തിയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ദൈവം പറഞ്ഞത്. അപ്പം നമ്മുടെ നാവ് എപ്പോഴും എന്താണ്, അതരം കപടം പറയാതെ, നാമം കൊണ്ട് കുരുള പറയാതെയും ജീവിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ 7 തലമുറകൾ ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നത്. അപ്പോൾ അത്രയും നമ്മുടെ ദൈവത്തിന് സന്നിധി നമുക്ക് ഇത്രയും സന്തോഷം സമാധാനത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമ്മൾ മറ്റൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ആ വഴി ദൈവം തുറന്നു. ഒരു വഴി അടഞ്ഞ 7 വഴി ദൈവം തുറന്നു തരും അദ്ദേഹത്തിനോട്. പക്ഷെ അത് നല്ലതിലേക്ക് കൂട്ടി തരുവാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? എന്നെ അനുസരിക്കുന്നുണ്ടല്ലോ, അവൻ എന്നിലൂടെ ജീവിക്കുന്നുണ്ട്. അപ്പം ആ നീതി എനിക്ക് തരും ദൈവം. ആ നീതിയിലൂടെ ദൈവം ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ കാര്യങ്ങളും നടക്കേണ്ടത്.